5 വക്ത് നിസ്കാരത്തിന് വജ്ഹത്ത് ഓതാറുണ്ട്. ആ വജ്ഹത്ത് ഫറളല്ല, നിസ്കാരത്തിന്റെ ഷറത്തിലും പെട്ടതല്ല, അബ്ആദു സുന്നത്തിലും പെട്ടതല്ല, കേവലം ഹയ്യാത്ത് സുന്നത്തിൽ പെട്ടതാണ് വജ്ഹത്തു. ദുആഉൽ ഇഫ്തിതാഹ് എന്നാണ് അതിന്റെ പേര്, അഥവാ ഉദ്ഘാടന പ്രാർത്ഥന അല്ലെ. നമ്മുടെ വാളൊക്കെ തുടങ്ങുന്ന സമയത്ത്, പുരകുടി ഉണ്ടാകുന്ന സമയത്ത്, പള്ളികുടി ഉണ്ടാകുന്ന സമയത്ത്, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെയും നാം ആദ്യമായിട്ടൊരു ഫാത്തിഹ വിളിച്ച് ദുആ ചെയ്യാറുണ്ട്. ദുആ കൊണ്ട് ആരംഭിക്കുക. എന്നാൽ നിസ്കാരം അങ്ങനെ തന്നെയാണ്, ദുആ കൊണ്ട് ആരംഭിക്കുക. തക്ബീറത്തുൽ ഇഹ്റാം നിയ്യത്തും വെച്ചിട്ട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയതിന് ശേഷം ഉടൻ തന്നെ ഫാത്തിഹ എന്നുള്ള ഫർള് നിർവഹിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു സുന്നത്ത്, ഹയ്യാത്ത് സുന്നത്ത്, അത് മറന്നെങ്കിൽ പ്രശ്നമില്ല, അത് കരുതുകൂട്ടി ഒഴിവാക്കിയാലും പ്രശ്നമില്ല, അത് മറന്നതിന്റെ പേരിൽ സഹ്വിന്റെ സുജൂദിന്റെ ആവശ്യവുമില്ല. കേവലം ഹയ്യാത്ത് സുന്നത്ത് മാത്രമാണ്. എന്നാൽ നിർബന്ധം എന്ന നിലക്ക് തന്നെ സകല ജനങ്ങളും അത് വജ്ഹത്ത് ഓതാറുണ്ടല്ലോ. എന്താണ് ഇതിന്റെ അർത്ഥമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രികീൻ. വജ്ജഹ്തു, ഞാൻ സമർപ്പിക്കുകയാണ്, വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള, ആകാശ ഭൂമിയെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ച തമ്പുരാനിലേക്ക്, അല്ലാഹുവിലേക്ക് ഞാൻ എൻ്റെ ശരീരത്തെയും എൻ്റെ ആശയത്തെയും എൻ്റെ ആദർശത്തെയും എൻ്റെ വിശ്വാസത്തെയും പൂർണ്ണമായി ഞാൻ സമർപ്പിക്കുകയാണ്. വമാന മിനൽ മുശ്രികീൻ, ഞാൻ മുശ്രിക്കീങ്ങളിൽ പെട്ടവനല്ല. ഇന്ന സ്വലാത്തി വനുസുകി, എൻ്റെ സകലമാന നിസ്കാരങ്ങളും എൻ്റെ സകലമാന സൽക്കർമ്മങ്ങൾ, വമഹിയായ വമമാതി, എൻ്റെ ജീവിതവും എൻ്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകത്തിനെ നിയന്ത്രിക്കുന്ന അല്ലാഹുവിനാണ്. ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. ഈ സിദ്ധാന്തം എനിക്ക് കൽപ്പിക്കപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ്. അവിടൊക്കെ പറയുന്നത് വഅന മുസ്ലിം എന്നല്ല, അഥവാ ഞാൻ മുസ്ലിമാണ് റബ്ബേ എന്നല്ല പറയുന്നത്. പകരം അവിടെ പറയുന്നത് വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ്. അല്ലെ, കൂട്ടം എന്നുള്ളത് വല്ലാത്ത വിഷയം. ഞാൻ ആദ്യം പറഞ്ഞത്, സൂചിപ്പിച്ചത്, വല്ലാത്തൊരു വിഷയം ഈ കൂടുക, കൂട്ടം, ഈ സംഘടിത ശക്തി എന്ന് പറയുന്നത്. പോട്ടെ, പറയുന്നത് എന്താ? ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ്, എന്റെ ജീവിതവും മരണവും അല്ലാഹുവിനാണ്. അങ്ങനെയല്ല, അല്ലാഹുവിനോട് ചെയ്യുന്ന സത്യപ്രതിജ്ഞയാണത്. അള്ളാഹുവിനോട് ചെയ്യുന്ന സത്യപ്രതിജ്ഞയാണത്. അള്ളാഹു, ഞാൻ എല്ലാം നിന്നിലേക്ക് സമർപ്പിക്കുന്നു. എന്താ അതിന്റെ അർത്ഥം? എന്റെ ജീവിതം, എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന സകലമാന പ്രവർത്തനങ്ങൾ നിനക്കുള്ളതാണ് തമ്പുരാനെ. അങ്ങനെയല്ലേ പള്ളിയിൽ ചെന്നാലും വീട്ടിൽ ചെന്നാലും വജ്ഹത്ത് ഓതുന്നത്. പ്രിയപ്പെട്ട സഹോദരാ, നാം യഥാർത്ഥ മുസ്ലിമീങ്ങളായിട്ടുണ്ടോ? നാം യഥാർത്ഥ മുസ്ലിമീങ്ങളായിട്ടുണ്ടോ? നാം പള്ളിയിലേക്ക് ചെന്ന് നിസ്കരിക്കുന്ന സമയത്ത് നാം മുസ്ലിമാണ്. ഹജ്ജിനും ഉംറക്കും പോകുന്ന സമയത്ത് നാം മുസ്ലിമീങ്ങളാണ്. സകാത്ത് കൊടുക്കുന്ന സമയത്ത് നാം മുസ്ലിമീങ്ങളാണ്. സ്വതക കൊടുക്കുന്ന സമയത്തും മറ്റുള്ള സകലമാന ഏകദേശം സന്ദർഭങ്ങളിൽ, അഥവാ മയ്യത്ത് നിസ്കാരം, അന്ത്യക്രിയകൾ, ഇതൊക്കെ നടത്തുന്ന സമയത്ത് ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്. നിക്കാഹിന്റെ സമയത്ത്, നിക്കാഹിന്റെ വാചകം പറയുന്ന സമയത്ത് നാം മുസ്ലിമീങ്ങളാണ്. എന്നാലോ പള്ളിയിലേക്ക് കയറിയിട്ട് ടൊപ്പിയും വെച്ചിട്ട് ടവളും കെട്ടിയിട്ട് ഔറത്ത് മറച്ചിട്ട് നല്ല രീതിയിൽ പള്ളിയിലേക്ക് കയറിയ സമയത്ത് നാം മുസ്ലിമീങ്ങളാണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തും നാം മുസ്ലിമീങ്ങളാണ്. ഹജ്ജിന് പോകുന്ന സമയത്ത് വരുന്നത് വരെ മുസ്ലിമീങ്ങളാണ്. സകാത്ത് കൊടുക്കുന്ന സമയത്ത് മുസ്ലിമീങ്ങളാണ്. എന്നാൽ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തലയിലുള്ള തലക്കെട്ടോ, അതല്ലെങ്കിൽ ടൊപ്പിയോ, അതല്ലെങ്കിൽ തലയിലുള്ള അതേ രീതിയിലുള്ള ടവളോ എന്തെങ്കിലും എടുത്തിട്ട് അത് പോക്കറ്റിലേക്ക് തള്ളിവെച്ചതിന് ശേഷം, പ്രിയപ്പെട്ട സഹോദരാ, ഞങ്ങൾ റബ്ബിനോട് പറഞ്ഞതെന്താ? എന്റെ ഹയാത്തും മൗത്തും നിനക്കാണ് അല്ലാ, എന്റെ സകലമാന വിഷയങ്ങളും നിന്നിലേക്ക് സമർപ്പിക്കുന്നു അല്ലാ എന്നല്ല മുസ്ലിമേ. റബ്ബിന്റെ അരികിൽ ഖുളൂം എടുത്തിട്ട് കയ്യും കെട്ടിയിട്ട് കിബിലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് അല്ലാഹു
അള്ളാഹുവിനോട് സത്യപ്രതിജ്ഞ ചെയ്തത്. എന്നിട്ട് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം നിനക്കും അഥവാ നമുക്കും നമ്മുടെ പ്രവർത്തനങ്ങൾക്കും ഇസ്ലാമിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ചോദിക്കട്ടെ. പലിശ ഹറാമാണ്, അഥവാ നമ്മുടെ ഭാഷയിൽ ബഡ്ഡി ഉണ്ടല്ലോ, അത് ഹറാമാണ്. കൊടുക്കലും എടുക്കലും സാക്ഷി നിൽക്കലും എഴുതലും മുഴുവനും ഹറാമാണ്. എന്നാൽ അതേ നിസ്കരിക്കുന്ന മനുഷ്യന് പലിശ ഇടപാട് നടത്താറില്ലേ? ഗീബത്ത് ഹറാമാണ്, നമീമത്ത് ഹറാമാണ്, ഫിത്ന ഹറാമാണ്, ഫസാദ് ഹറാമാണ്, കള്ളം പറയൽ ഹറാമാണ്, മോഷ്ടിക്കൽ ഹറാമാണ്, മാതാപിതാക്കളെ വെറുപ്പിക്കൽ ഹറാമാണ്, കുടുംബത്തിൽ പരസ്പരം കത്തരി വെക്കുന്നതുണ്ട്, പതിവുണ്ടത് ഹറാമാണ്. ഇങ്ങനെയുള്ള പല ഹറാമുകളും അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പതിവായി നാം ചെയ്യുന്നില്ലേ? നാം പതിവായി എന്നോ ഒരു പ്രാവശ്യം വന്നു പോകുന്നതല്ല, പകരം പതിവായി നാം ചെയ്യുന്നില്ലേ? നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ഹറാമിയത്തുകൾ എത്രയാ, നാവ് കൊണ്ട് ഉരിയാടുന്ന ഹറാമിയത്ത് എത്രയാ, ചെവികൾ കണ്ടു കേൾക്കുന്ന ഹറാമിയത്ത് എത്രയാ മുസ്ലിമേ? അതെല്ലാം അല്ലാഹുവിന് വേണ്ടിയിട്ടാണോ? നീ റബ്ബിനോട് പറഞ്ഞത് പടച്ച റബ്ബിന്റെ ജീവിതവും മരണവും നിനക്കാണ് റബ്ബേ എന്നല്ല റബ്ബിനോട് പറഞ്ഞത്. അത് സത്യമാണോ മുസ്ലിമേ? അത് സത്യമാണെങ്കിൽ നീ ജീവിതത്തിൽ പലിശ ഇടപാട് നടത്തുമോ? നീ കഞ്ചാവിന്റെ അടിമയാകുമോ? നീ കള്ളു കുടിക്കുമോ? നീ വ്യഭിചരിക്കുമോ? മറ്റുള്ള ഹറാമിയത്ത് നീ ചെയ്യുമോ? നീ മുസ്ലിം ആണെങ്കിൽ അതൊന്നും ചെയ്യില്ലല്ലോ. എന്നാൽ പടച്ച റബ്ബ് പൊരുത്തപ്പെട്ട രീതിയിലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് നാം മുസ്ലിമീങ്ങളാണ്. അതേപോലെ ദുഷ്കർമ്മങ്ങൾ തെറ്റുകൾ ചെയ്യുന്ന സമയത്ത് നാം മുസ്ലിം ആണെന്നുള്ള ചിന്ത നമ്മുടെ കൽബിൽ വരാറുണ്ടോ? നിസ്കരിക്കുന്ന സമയത്തല്ലേ ഞാൻ മുസ്ലിമാണെന്നുള്ള ബോധമുണ്ടാകുന്നത്? റമളാൻ വരുന്ന സമയത്തല്ലേ നാം മുസ്ലിമാണെന്നുള്ള ബോധമുണ്ടാകുന്നത്? ഇതുപോലത്തെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് മാത്രമല്ലേ ഞാൻ ഒരു മുസ്ലിമാണ്, ഞാൻ ചെയ്യുന്നത് അല്ലാഹുവിന് വേണ്ടിയിട്ടാണ്, ഇതിന്റെ പ്രതിഫലം നൽകുന്നത് അല്ലാഹു എന്നുള്ള ബോധമുണ്ടാകുന്നത്? പ്രിയപ്പെട്ട സഹോദരായി, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്തല്ലേ തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അവസരമുണ്ടായിട്ടും തെറ്റുകൾ ചെയ്യുന്ന സമയത്ത് ഞാനൊരു മുസ്ലിമാണ്, ഞാൻ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തത് അല്ലാഹും റസൂലും പറഞ്ഞതനുസരിച്ച് എങ്കിൽ അതേപോലെ തെറ്റുകൾ ചെയ്യുന്ന സമയത്ത് എൻ്റെ റബ്ബ് അത് വിരോധിച്ചതാണ്, എൻ്റെ റസൂൽ അത് നിഷേധിച്ചതാണ്, ഞാനത് ചെയ്തുകൂടാ എന്നുള്ള എന്തെങ്കിലും ഒരു ബോധം നമ്മുടെ കൽബിൽ വരാറുണ്ടോ? അല്ലെ, നമ്മുടെ നാടുകളിലൊക്കെ കല്യാണം നടക്കുന്നല്ലേ, ഞാൻ സാധാരണ വളരെ പറയുന്ന വിഷയമാണ്, കൂടുതൽ പരത്തി പറയുന്നില്ല. നമ്മുടെ നാട്ടിൽ കല്യാണം നടക്കുന്നു. ആരുടെ കല്യാണം? മുസ്ലിമീങ്ങളുടെ കല്യാണം, നമ്മുടെ കല്യാണം. ഇന്നുള്ള കല്യാണത്തിന്റെ ആർഭാടങ്ങളൊന്നും നോക്ക് നീ. ആ ആർഭാടങ്ങൾക്കും ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്ക് എന്ത് ബന്ധമാ ഉള്ളത്? കല്യാണം കഴിക്കുന്ന എന്തിനാ? അന്നിക്കാഹു മിൻ സുന്നത്തി, നിക്കാഹ് എന്റെ ചര്യയാണ്, നിക്കാഹ് എന്റെ ചര്യയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാ. ഫമർ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നീ. ആരെങ്കിലും അതിൽ അധിക പ്രസംഗം നടത്തിയാൽ അവൻ എന്നിൽ പെട്ടവനല്ല എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അപ്പൊ നാം എന്ത് ചെയ്യുന്നു? നിക്കാഹ് കഴിക്കാറുണ്ട്. അപ്പൊ കണ്ട പെണ്ണിനെ കൂട്ടിക്കൊണ്ടു പോകുന്നു, അല്ലെങ്കിൽ കണ്ട ചെറുക്കനെ കൂട്ടിക്കൊണ്ടു പോകുന്ന പതിവ് നമ്മളിലില്ല. നിക്കാഹ് കഴിച്ചാൽ അത് ഹലാലാവും. അപ്പൊ നാം മുസ്ലിമായിട്ടുള്ളത് ഈ നിക്കാഹിന്റെ സമയത്ത് എന്ത് ചെയ്യേ? നിക്കാഹിന്റെ സമയങ്ങളിൽ നാം മുസ്ലിമായിട്ടിരിക്കുന്ന എപ്പറിയോ? ആ ഖതീബ്, ഖാളിയാർ, സയ്യിദന്മാർ, തങ്ങന്മാരെല്ലാം വന്നിട്ടല്ല മജ്ലിസിൽ എന്നിട്ട് ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാക്കിൻ എന്ന് പറഞ്ഞിട്ട് ആ നിക്കാഹിന്റെ വാചകം പറയുന്ന സമയത്ത് നാം മുസ്ലിമീങ്ങളാണ്. അങ്ങനെ ദ്വാരന്നിട്ട് എല്ലാം പിരിഞ്ഞു പോയ അതിനുശേഷം നടക്കുന്ന കാര്യങ്ങൾക്കും നമുക്ക് നമ്മുടെ ഇസ്ലാമിന് ഒരു ബന്ധവുമില്ല. പക്ഷേ നാം മുസ്ലിമീങ്ങൾ പിന്നെ മുസ്ലിമീങ്ങളായിട്ട് പള്ളിയിലേക്ക് വരും. അതിന്റെ ഇടയിൽ നടക്കുന്ന ഈ കാര്യങ്ങളുണ്ടല്ലോ, ഇസ്ലാമിന് ബന്ധമില്ലാത്ത നിക്കാഹിന്റെ ആ ചടങ്ങിൽ നടക്കുന്ന പല പുതിയ ചടങ്ങുകൾ, പുതിയ പ്രവർത്തനങ്ങൾ, പുതിയ അനാചാരങ്ങൾ, അള്ളാഹു പൊരുത്തപ്പെടുത്ത ഹറാമിയത്തുകൾ, അപ്പൊന്നും നമുക്ക് ഇസ്ലാമിന് ഒരു ബന്ധവുമില്ല. നമ്മുടെ കല്യാണത്തിന്റെ അവസ്ഥ എന്താ? ഈ കല്യാണം ഒരു മനുഷ്യന്റെ 3 ടേണിംഗ് പോയിന്റ്. ഒന്ന് മനുഷ്യന്റെ ജനനം. ജനിക്കുന്ന സമയത്താണെങ്കിൽ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങള്, അതേപോലെ ജനനത്തിനും വിവാഹത്തിനും മരണം, ജനനം, വിവാഹം, മരണം, ഈ 3 പരസ്പരം ബന്ധങ്ങളുടെ ചില വിഷയങ്ങളിൽ
ജനനം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തേക്ക് വരുന്ന സമയത്ത് നാം കരഞ്ഞുകൊണ്ടിട്ടാണ് ഞാനും നീയും ഈ ലോകത്തേക്ക് കാളുവെച്ചത്, ലോകത്തേക്ക് വന്നത്. എന്നാൽ നമ്മുടെ ആൾക്കാർ ചിരിക്കുന്ന സമയമാണ്. നാം കരഞ്ഞു വരുന്ന സമയത്ത് നമ്മുടെ ഉമ്മയാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള സകലമാന ജനങ്ങളും അൽഹംദുലില്ലാഹ് ആ സഹോദരി അല്ലെങ്കിൽ ആ ഉമ്മ നല്ല രീതിയിൽ കുട്ടിക്ക് ജന്മം നൽകി എന്ന് പറയുന്ന സന്തോഷത്തിലാണ്. അല്ല, അവർ ചിരിക്കുന്നത് എന്തിനാ, സന്തോഷിക്കുന്നത് എന്തിനാ? ഒരു കുട്ടി ജനിച്ചുവല്ലോ. നാം കരഞ്ഞത് എന്തിനാ? ആർക്കെങ്കിലും അറിയോ? നീ എന്തിനാ കരഞ്ഞത് ഈ ലോകത്തേക്ക് വരുന്ന സമയത്ത്? നിനക്കും അറിയില്ല, എനിക്കും അറിയില്ല. ജനനം എന്ന് പറഞ്ഞാൽ നാം വരുന്ന സമയത്ത് ഞങ്ങൾ കരയും, പക്ഷേ ജനങ്ങൾ മുഴുവനും കാണുന്നവർക്കും ചിരിക്കും, സന്തോഷിക്കും. വിവാഹമെന്ന് പറഞ്ഞാൽ നാമും സന്തോഷിക്കും, വിവാഹിതരാകുന്നവർ സന്തോഷിക്കും, കൂടിയവരും സന്തോഷിക്കും. മരണമെന്ന് പറഞ്ഞാൽ നാം സന്തോഷിച്ചിട്ടാണ് പോകേണ്ടത്. ചുറ്റുഭാഗത്തുള്ള ജനങ്ങൾ മുഴുവനും കരയുന്ന സമയത്ത്, ജനിക്കുന്ന സമയത്ത് നാം കരഞ്ഞിരുന്നു, ചുറ്റുഭാഗത്തുള്ളവർ ചിരിച്ചിരുന്നു. കല്യാണ സമയത്ത് നാമും ചിരിച്ചു, നമ്മോടൊപ്പം ആളുകളും ചിരിച്ചിരുന്നു. അതേ രീതിയിൽ മരിക്കുന്ന സമയത്ത് മുസ്ലിമേ നാം ചിരിച്ചുകൊണ്ടാണ് പോകേണ്ടത്. ഭാര്യ കരയുമ്പോൾ, മക്കൾ കരയുമ്പോൾ, കുടുംബക്കാർ കരയുമ്പോൾ, ചുറ്റുഭാഗത്തുള്ളവർ മുഴുവനും പൊട്ടിക്കരയുന്ന സമയത്ത് അതൊന്നും ചെവി കേൾക്കാതെ, ചെവി കോർക്കാതെ മുസ്ലിമേ നാം ചിരിച്ചുകൊണ്ടാണ് പോകേണ്ടത് ഈ ലോകത്തിൽ നിന്ന്. എന്നാൽ ചോദിക്കട്ടെ, നമുക്കങ്ങനെ ഈ ലോകത്തിൽ നിന്ന് വിട്ട് പൊരിഞ്ഞു പോകാൻ കഴിയുമോ? ولدتك أمك يا ابن آدم باكيا والناس حولك يضحكون سرورا فاجهد لنفسك أن تكون إذا بكوا في يوم موتك لاحقا مسرورا. കരഞ്ഞുകൊണ്ട് ഈ ലോകത്തേക്ക് വന്ന മനുഷ്യ, കരഞ്ഞുകൊണ്ട് തിരിച്ച് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകരുതേ. പകരം ചിരിച്ച് പോകണേ. എന്താണ് വിവാഹമെന്ന് പറയാൻ അറിയോ? നാം കാണുന്ന ഈ ചടങ്ങല്ല, വിവാഹത്തിന്റെ പിന്നാലെ വേറെ കുറെ രഹസ്യങ്ങളുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങള്, വിവാഹം അഥവാ കല്യാണം എന്ന് പറഞ്ഞാൽ അത് പലരോടും ആലോചിച്ച് നടത്തുന്നതാണ്, പല പ്രാവശ്യം ആലോചിച്ച് നടത്തുന്നതാണ്. എന്നാൽ മരണമോ ആരോടും മുഷാവറ ചെയ്തിട്ട് നടക്കുന്നതല്ല, ആരോടും ആലോചിച്ചിട്ട് മരണം തീരുമാനിക്കുന്നതല്ല. അതേപോലെ വിവാഹം എന്ന് പറഞ്ഞാൽ, കല്യാണം എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിക്കുന്ന ദിവസമാണ്, ആഭരണം ധരിക്കുന്ന ദിവസമാണ്, പുതിയ ആഭരണങ്ങളൊക്കെ ധരിച്ച് സന്തോഷിക്കുന്ന ദിവസമാണ്. എന്നാൽ മരണമെന്ന് വെച്ചാൽ ധരിച്ച വസ്ത്രം അഴിക്കുന്ന ദിവസമാണ് മുസ്ലിമേ. പുതിയ സാരി ധരിച്ചവളാണ്, പുതിയ പാൻറ് ധരിച്ചവനാണ്, പുതിയ ടീഷർട്ട് ഇട്ടവനാണ്, കോട്ട് ധരിച്ചവനാണ്, പുതിയ ചെരുപ്പ് ധരിച്ചവനാണ്. കല്യാണത്തിന്റെ ദിവസത്തിൽ എല്ലാ രീതിയിലുള്ള വ്യവസ്ഥകളും ഉണ്ടാക്കിയവനാണ്. പക്ഷേ മരണമെന്ന് പറഞ്ഞാൽ നിന്റെ ചെരുപ്പ് അഴിക്കുന്ന ദിവസമാ, പാൻറ് അഴിക്കുന്ന ദിവസമാ, സാരി അഴിക്കുന്ന ദിവസമാ, വാച്ച് എടുക്കുന്ന ദിവസമാ. കല്യാണത്തിന്റെ ദിവസം കെട്ടിയ വാച്ച് അഴിക്കുന്ന ദിവസമാണ്. ആഭരണം ധരിച്ചതുണ്ടല്ലോ അതെല്ലാം പൊളിച്ചിട്ടും അതേപോലെ കട്ട് ചെയ്തിട്ടും എടുക്കുന്ന ദിവസമാ. കല്യാണം എന്ന് പറഞ്ഞാൽ ഉള്ളവരും വന്നവരും എല്ലാവരും ധാരാളം ഭക്ഷണം കഴിക്കുന്ന ദിവസമാണ്, വന്നവർക്കൊക്കെയും ഭക്ഷണം വിളമ്പുന്ന ദിവസമാണ്. എന്നാൽ മരണമോ നാം വന്നവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നതിന് പകരം വന്നവർക്കും നമ്മോട് ഭക്ഷണം കഴിച്ചോ. ഭർത്താവ് മരിച്ചു കിടക്കുകയാണ്, ഭാര്യ ഒന്നും കഴിച്ചിട്ടില്ല. ഉപ്പ മരിച്ചിട്ടുണ്ട്, ഉമ്മ മരിച്ചു കിടക്കുകയാണ്, മക്കളൊന്നും കഴിച്ചിട്ടില്ല. വീട്ടിലേക്ക് വന്നവർ പറയുന്ന ദിവസമാണ്, എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ? വിഷമിക്കല്ലേ, ഭക്ഷണം കഴിച്ചോ, വെള്ളം കുടിച്ചോ എന്ന് പറയുന്ന ദിവസമാ.
വിവാഹമെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുതിയ ആപ്പിളക്കും പുതിയ പെണ്ണിനുമുണ്ടല്ലോ നല്ല നല്ല വസ്ത്രങ്ങൾ, നല്ല നല്ല വാഹനങ്ങൾ അലങ്കരിച്ച് കൊണ്ടുപോകുന്ന ദിവസമാണ്. നല്ല വാഹനം, പുതിയ വാഹനം, അതിനെ മോടി പിടിപ്പിച്ച രീതിയിലുള്ള വാഹനം, സകല സൗകര്യങ്ങളുള്ള വാഹനം, കാണാൻ ഭംഗിയുള്ള വാഹനം. എന്നാൽ മരണമെന്ന് പറഞ്ഞാൽ എല്ലാവരെയും ചുമക്കുന്ന വാഹനമാണ്. അതിന് മോടി പിടിപ്പിക്കാറില്ല, അതിനെ കഴുകാറില്ല, അതിനെ ഭംഗിയാക്കാറില്ല, അതിനെ നോക്കാറേയില്ല. എവിടെങ്കിലും മൂലയിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു വസ്തു മയ്യത്ത് കട്ടിലെന്നുള്ള വാഹനം അത് നിന്റെ വീട്ടിലേക്ക്, വീട് മുറ്റത്തേക്ക് വരുന്ന ദിവസമാ. കല്യാണം എന്ന് പറഞ്ഞാൽ നിന്നെ പുതിയ പിളയായിട്ടും പുതിയ പെണ്ണായിട്ടും നിന്നെ ചമയിച്ച് കൊണ്ടുപോകുന്ന ദിവസമാണ്. എല്ലാ ആഡംബരങ്ങളും അലങ്കാരങ്ങളും ധരിപ്പിച്ച് കൊണ്ടുപോകുന്ന ദിവസമാണ്. ജനങ്ങൾ സന്തോഷത്തോടുകൂടെ പാട്ടും പാടിയിട്ട് കൊണ്ടുപോകുന്ന ദിവസമാണ്. മരണമെന്ന് പറഞ്ഞാൽ ജനങ്ങൾ കരഞ്ഞ് നിന്നെ കൊണ്ടുപോകുന്ന ദിവസമാണ് മുസ്ലിമേ. അന്ന് പാട്ട് പാടാറില്ല, വീഡിയോ ഷൂട്ടിംഗ് നടത്താറില്ല, ഫോട്ടോ എടുക്കാറില്ല. അല്ലേ നമ്മുടെ നാട്ടിലെ കല്യാണത്തിന്റെ അവസ്ഥയൊക്കെ? ഒരു പുതിയ പ്ലാൻ ഒരു ദിവസമെങ്കിലും ഇത് ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെ തന്നെ എന്നെ ഒരു ദിവസം കൊണ്ടുപോകാനുണ്ടെന്ന്. അതേ രീതിയിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കല്യാണത്തിന് ജനങ്ങളെ ദഅവത്ത് കൊടുത്താലേ വരൂ. അത് നിന്റെ ശത്രുക്കളെ ദഅവത്ത് കൊടുത്താലും ചിലപ്പോൾ വരില്ല. നീയും നിന്റെ വാപ്പയും വേറെ വേറെ വീട്ടിലാണ് താമസിക്കുന്നത്, നിന്റെ ജ്യേഷ്ഠനുജന്മാർ വേറെ വേറെ വീട്ടിലാണ് താമസിക്കുന്നത്. എന്നാൽ ജ്യേഷ്ഠന് നിന്റെ കല്യാണത്തിന് വരണമെങ്കിൽ കല്യാണത്തിന് ജ്യേഷ്ഠനെ വിളിക്കണം. കുടുംബക്കാരെ വിളിക്കാതെ വരില്ല, അയൽവാസികൾ വിളിക്കാതെ വരില്ല. എല്ലാവരെയും വിളിച്ചിട്ടാണ് എല്ലാവരും കല്യാണത്തിന് വരുന്നത്. മരണമോ നിന്റെ ബാപ്പയോട് ബാപ്പയെ വിളിക്കാറില്ല, നിന്റെ സഹോദരികളെ വിളിക്കാനില്ല, നിന്റെ പരിചയമുള്ളവരെയും പരിചയമില്ലാത്തവരെയും വിളിക്കാനില്ല. നിന്റെ ശത്രുക്കൾ പോലും വിളിക്കാതെ നിന്റെ വീട്ടിലേക്ക് നിന്നെ കാണാൻ വരികയാ. അങ്ങനെയല്ല മരണം. നിന്റെ ശത്രുക്കൾ പോലും നീ വിളിക്കാതെ തന്നെ നിന്നെ കാണാൻ വരികയാണ്. കല്യാണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പാരിതോഷികം കൊണ്ടുവരുന്ന ഗിഫ്റ്റുകളൊക്കെയും കൊടുക്കുന്ന ദിവസമാണ്. എന്നാൽ സന്തോഷത്തോടെ നിന്നെ അഭിമുഖീകരിക്കുന്ന ദിവസമാണ്. സന്തോഷത്തോടു കൂടെ എല്ലാവരും നിന്നെ കൈപിടിച്ച് ആനയിക്കുന്ന ദിവസമാണ്. മരണമെന്ന് പറഞ്ഞാൽ കല്യാണത്തിന്റെ ദിവസം നിന്റെ വീട്ടിലേക്ക് ചിരിച്ചും സന്തോഷത്തോടെ വന്നിരുന്നവർ മരണത്തിന്റെ ദിവസം നിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ കണ്ണീരൊലിപ്പിച്ചിട്ട് ദുഃഖത്തോടെ അതേപോലെ കരഞ്ഞുകൊണ്ടാണ് വരുന്നത് മുസ്ലിമേ. അതേ രീതിയിൽ കല്യാണത്തിന്റെ ദിവസം പുതിയ പിള കൊണ്ടുപോകുന്ന സമയത്ത് എല്ലാവരോടും അനുമതി ചോദിച്ചിട്ട്, പാപ്പയോട് പൊരുത്തം ചോദിച്ചിട്ട്, ഉമ്മയോട് പൊരുത്തം ചോദിച്ചിട്ട്, ബന്ധുക്കളോട് പറഞ്ഞിട്ട് ഞാൻ പോയി വരട്ടെയോ. പെണ്ണിനെ അയച്ചു കൊടുക്കുന്ന സമയത്തും പലരോടും ചോദിച്ചിട്ട്, പലരോടും അതേപോലെ പൊരുത്തം ചോദിച്ചിട്ട് അനുമതിയോടുകൂടിയാണ് പോകുന്നത്. എന്നാൽ മരണമോ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഭാര്യയോട് ചോദിക്കാറില്ല, മക്കളോട് ചോദിക്കാറില്ല, കുടുംബക്കാരോട് ചോദിക്കാറില്ല, ഉസ്താദിനോട് ചോദിക്കാറില്ല, ഒരാളോടും പൊരുത്തം ചോദിക്കാനില്ല, ആരോടും പറയാനില്ല മുസ്ലിമേ. വിവാഹമെന്ന് പറഞ്ഞാൽ അന്നത്തെ ആദ്യ രാത്രിയോ നല്ല നല്ല സ്വപ്നങ്ങളോടെ സന്തോഷത്തോടുകൂടെ സ്വർഗാനുഭൂതിയോടുകൂടെയാണ് കഴിക്കുന്നത് എങ്കിൽ അന്നത്തെ ആദ്യ രാത്രി ഉണ്ടല്ലോ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് എങ്കിൽ മരിച്ചാൽ ഖബർസ്ഥാനത്തിലേക്ക് നിന്നെ കൊണ്ടുപോയി യാത്ര ചെയ്താൽ ആ ഖബറിൽ നിന്നെ ദഫൻ ചെയ്താൽ എന്ത് സന്തോഷമാ. ദുഃഖത്തിന്റെ ദിവസമാണ്, വിഷമത്തിന്റെ ദിവസമാണ്, പേടിയുടെ ദിവസമാണ്, ഇരുട്ടിന്റെ ദിവസമാണ്, പാമ്പുക്കളും തേളുക്കളും പുഴുക്കളും നിന്നെ കഴിച്ച് തിന്നുന്ന കീറി തിന്നുന്ന ദിവസമാ. അതല്ലേ? അതേ രീതിയിൽ മനുഷ്യരെ സാമീപ്യമുണ്ട്, പരസ്പരം അതേപോലെ സമാനത രീതിയിൽ അഥവാ ഒരുപോലെയാണ് ചില വിഷയങ്ങളിൽ മരണവും അതേപോലെ വിവാഹവും.
വിവാഹത്തിന്റെ ദിവസത്തിൽ നമുക്ക് ഡ്രസ്സ് ധരിക്കാൻ ആളുണ്ട്, നമ്മെ അലങ്കരിക്കാൻ ആള് വരുന്നുണ്ട്. പുതിയാപ്പിളക്ക് പാട്ട് ധരിക്കാൻ, ഷർട്ട് ധരിക്കാൻ, ടൈ കെട്ടാൻ, കോട്ടിടാൻ, ചെരുപ്പിടാൻ ധരിക്കാൻ, ഷൂ ധരിപ്പിക്കാൻ ആളുണ്ട്. മുസ്ലിം അവനെ റെഡിയാക്കാൻ ആളുണ്ട്, സ്നേഹിതന്മാരുണ്ട്, കുടുംബക്കാരുണ്ട്. പെണ്ണിനെയാണെങ്കിലും അതേ രീതിയിൽ പലരും വരുന്ന മൊയിലാഞ്ചി വെക്കുന്ന ആൾക്കാർ, മെഹന്തി വെക്കുന്ന ആൾക്കാർ വേറെ, മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാർ വേറെ, വസ്ത്രം ധരിപ്പിക്കുന്ന ആൾക്കാർ വേറെ, പല രീതിയിലുമുള്ള ഒരുക്കി വെക്കാൻ ആളുണ്ട്. മരണം അങ്ങനെ തന്നെയാണ്. മരിച്ചാലും നിന്നെ റെഡിയാക്കാൻ ആള് വരും മുസ്ലിമേ. നിന്നെ കഫൻ ചെയ്യാൻ, നിന്നൊന്ന് റെഡിയാക്കി അയച്ചു കൊടുക്കാൻ അന്നും ആളുണ്ട് മോനെ. വിവാഹത്തിന്റെ ദിവസം നിന്നാരും പേര് വിളിക്കാറില്ല, കല്യാണത്തിന്റെ ദിവസം ആരും നിന്റെ പേര് പറയാറില്ല. അഹമ്മദ് വന്നിട്ടുണ്ടോ, അബ്ദുൽ ഖാദർ വന്നിട്ടുണ്ടോ, സഫിയ പോയിട്ടുണ്ടോ, അങ്ങനൊന്നും പറയാറില്ല. പുതിയാപ്പിള റെഡിയാണോ, പുതിയാപ്പിള തയ്യാറായിട്ടുണ്ടോ, പുതിയാപ്പിള ഒരുങ്ങിയിട്ടുണ്ടോ, പുതിയാപ്പിള പോകുന്നത് എത്ര മണിക്കാണ്, അങ്ങനെ കല്യാണത്തിന്റെ ദിവസം നിന്റെ പേര് മാറി, നീ പുതിയാപ്പിളയാണ്. അന്ന് നീ അബ്ദുറഹ്മാനും അബ്ദുൽ ഖാദിർ അല്ല. മരണം അങ്ങനെ തന്നെയാണ്. മരിച്ചാൽ മയ്യത്ത് കൊണ്ടുപോയിട്ടുണ്ടോ, മയ്യത്ത് ദഫൻ ചെയ്തിട്ടുണ്ടോ, മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ടോ, മയ്യത്ത് കഫൻ ചെയ്തിട്ടുണ്ടോ, പേരിനും വ്യത്യാസമില്ല മുസ്ലിമേ. രണ്ട് സമയങ്ങളും നിന്റെ ഒറിജിനൽ പേര് വിളിക്കാറില്ല. നിന്റെ വിവാഹ സന്ദർഭത്തിൽ നിന്റെ വീട് മുറ്റത്ത് പന്തലുണ്ടാകും, ചെയറുകൾ ഉണ്ടാകും, ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും. മരിച്ചാലും അങ്ങനെ തന്നെയാണ്. വന്ന ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി വെക്കും. അതേപോലെ നിന്റെ കല്യാണത്തിന്റെ ദിവസത്തിൽ പലരും വന്ന് നിനക്ക് ഗിഫ്റ്റ് തരാറുണ്ട്. മരിച്ചാലും നിന്റെ വീട്ടിലേക്ക് വന്ന് നിനക്ക് ഖുർആൻ ഓതി ഹദിയ ചെയ്യും. കല്യാണത്തിന്റെ ദിവസം പലതും നിനക്ക് ഹദിയ തരുന്ന പതിവുണ്ടല്ലോ നമ്മുടെ നാട്ടില്. ഷാറ് ഹദിയ നൽകുന്നവരുണ്ട്, മൊമെന്റോ ഹദിയ നൽകുന്നവരുണ്ട്, പണം ഹദിയ നൽകുന്നവരുണ്ട്, സ്വർണം ഹദിയ നൽകുന്നവരുണ്ട്. മരിച്ചാലും ഹദിയ നമുക്ക് കിട്ടും. കുറെ ദിക്റുകൾ ഹദിയ നൽകും ജനങ്ങൾ വന്നിട്ട്, തഹ്ലീലുകൾ ഹദിയ നൽകും ജനങ്ങൾ വന്നിട്ട്, യാസീൻ ഓതിട്ട് ഹദിയാക്കും ജനങ്ങൾ വന്നിട്ട്. അങ്ങനെ രണ്ട് സമയങ്ങളിലും ഗിഫ്റ്റ് കിട്ടാറുണ്ട് മുസ്ലിമേ. അതേ രീതിയിൽ കല്യാണത്തിന്റെ ദിവസമോ പല രീതിയിലുള്ള സെന്റും സ്പ്രേയും പെർഫ്യൂം അടിക്കാറുണ്ടല്ലോ, സുഗന്ധം പൂശാറുണ്ടല്ലോ. മയ്യത്തും അങ്ങനെ തന്നെയാണ്. അന്നും സുഗന്ധം പുരട്ടും മുസ്ലിമേ. അതേ രീതിയിൽ ജനങ്ങള് കല്യാണത്തിന്റെ ദിവസത്തിൽ പുതിയ വസ്ത്രമാണ് ധരിക്കുന്നത്, എന്നാൽ മരിച്ചാലും പുതിയ കഫൻ പുടവയാണ് ധരിക്കുന്നത്. അതേപോലെ കല്യാണത്തിന്റെ ദിവസം ഉസ്താദുമാർ വരും, നിക്കാഹിന്റെ ചടങ്ങ് നിർവഹിക്കും. എന്നിട്ട് അവസാനമായിട്ടൊരു ദുആ ചെയ്യും. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുതിയ ആപ്പിള പോകുന്ന സമയത്ത് ഹാളിലേക്കോ അല്ലെങ്കിൽ പുതിയ പെണ്ണിന്റെ വീട്ടിലേക്കോ പോകുന്ന സമയത്ത് പടച്ചവനെ വീട്ടിൽ വെച്ച് ഫാത്തിഹ വിളിച്ച് ദുആ ചെയ്യാറുണ്ട്. മരിച്ചാലും അങ്ങനെ തന്നെയാണ്. ജനങ്ങൾ നിന്റെ വീട്ടിലേക്ക് വരും. എന്നിട്ട് മയ്യത്ത് കുളിപ്പിച്ച് റെഡിയാക്കിയതിന് ശേഷം അതാ ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യുന്ന പതിവുണ്ടല്ലോ. അതേ രീതിയിൽ പ്രിയപ്പെട്ട സഹോദര, നിന്റെ കല്യാണത്തിന്റെ ദിവസം നിന്റെ പുതിയ ആപ്പിള കൊണ്ടുപോകുന്ന സമയത്ത്, പുതുമാരനെ കൊണ്ടുപോകുന്ന സമയത്ത് പാട്ട് പാടാറുണ്ട്, ദഫ് മുട്ടാറുണ്ട്, പലയിടത്തും കോളുകളി നടക്കാറുണ്ട്, പല രീതിയിൽ ഹറാമിയത്ത് നടക്കാറുണ്ട്, പല രീതിയിലുള്ള വേഷവിധാനങ്ങളിൽ. ആ ഭാഗമൊന്നും പറയുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ പല രീതിയിലുള്ള പാട്ടുകളും ബൈത്തുകളുമായിട്ടാണ് പുതിയ ആപ്പിളയെ കൊണ്ടുപോകുന്നത്. എന്നാൽ നിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ അന്നും ഒരു പാട്ടുണ്ട് മുസ്ലിമേ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തുടങ്ങി വെച്ച പാട്ടുകാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള സകല അമ്പിയാക്കന്മാർ പഠിപ്പിച്ച പാട്ടുകാർ, ഇന്നും പാടുന്ന പാട്ടുകാർ, ഖിയാമത്ത് നാൾ വരെ പാടാനുള്ള പാട്ടുകാർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ പാട്ടുമായിട്ടാണ് എന്നെയും നിന്നെയും കൊണ്ടുപോകുന്നത് മനുഷ്യ. കല്യാണത്തിന്റെ ദിവസം മൂന്നാമത് ഒരാൾ വരും.
അഥവാ നാട്ടിന്റെ ഖതീബായിരിക്കും, ഖാദിയാറായിരിക്കും. എന്നിട്ട് വന്നിട്ട് ഒരു വാചകം പറഞ്ഞു കൊടുക്കും പുതിയ ആപ്പിളക്കും, അതേപോലെ അവന്റെ കാക്കക്കും ഒരു വാക്ക് പറഞ്ഞു കൊടുക്കും. ആണെങ്കിലും മരിച്ചാലും നിന്നെ കൊണ്ടുപോയിട്ട് ദഫൻ ചെയ്ത ഉടനെ തന്നെ 3 പിടി മണ്ണ് വാരി എറിഞ്ഞതിന് ശേഷം മീസാന് കല്ലൊക്കെയും കുത്തിവെച്ചതിന് ശേഷം നിന്റെ റബ്ബാരാ, നിന്റെ റസൂലാരാ, നിന്റെ ഇമാമേതാ, ഇങ്ങനെയുള്ള ചോദ്യം നിന്നെ ഓർമ്മിച്ച് തരും. അതേ ഖതീബ് മോനെ, ഉദ്യാവറ പള്ളിയുടെ ഖതീബാണ് നിനക്ക് നിക്കാഹിന്റെ വാചകം ചൊല്ലി തന്നത്. അതേ പള്ളിന്റെ ഖതീബോ മുഅദ്ദിനോ ആയിരിക്കാം മരിച്ചാൾ തൽഖീനും ചൊല്ലി തരുന്നത്. ഒരു വ്യത്യാസമില്ല, രണ്ടും പറഞ്ഞു തരും ജനങ്ങള്. അതേ രീതിയിൽ പ്രിയപ്പെട്ട സഹോദര, കല്യാണത്തിന്റെ ദിവസം ആദ്യ രാത്രിയിൽ കുടുംബക്കാരൊക്കെയും വന്നോ, എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ, എല്ലാം റാഹത്തായി. എന്നിട്ട് പുതിയാപ്പിള അവന്റെ വീട്ടിലേക്ക് കയറിയപ്പോ അവന്റെ മണിയറയിലേക്ക് കയറുന്നത് വരെയാണ് അവന്റെ സ്നേഹിതന്മാർ, അവന്റെ കുടുംബക്കാർ, അവന്റെ അയൽവാസികള് വന്നവരെല്ലാം പുതിയാപ്പിള വീട്ടിന്റെ അകത്തേക്ക്, അഥവാ പുതുമാരൻ വീട്ടിന്റെ അകത്തേക്ക് മണിയറയിലേക്ക് കയറുന്നത് വരെയാണ്. മണിയറയിലേക്ക് കയറിയാൽ അവന്റെ കുടുംബക്കാരും അയൽവാസികളും മുഴുവനും വിട്ട് പിരിയുന്നതാണ്. ഞാനും നീയും മരിച്ചാൽ തൽക്കീനൊക്കെ ഓതിക്കഴിഞ്ഞതിന് ശേഷം അവസാനമായിട്ട് അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. അന്നും നിന്റെ കുടുംബക്കാർ, നിന്റെ ഉടയവർ, നിന്റെ ഉറ്റവര്, നിന്റെ മക്കള്, നിന്റെ അയൽവാസികൾ, നിന്റെ സ്നേഹിതന്മാർ, നിന്നോടൊപ്പം ഉണ്ടായിരുന്നവർ 6 അടി മണ്ണിലേക്ക് നിന്നെ താഴ്ത്തി വെച്ചതിന് ശേഷം സലാം ചൊല്ലി മുഴുവനും ജനങ്ങളും വിട്ടുപിരിഞ്ഞു പോകുന്നൊരു ദിവസമാണ് മുസ്ലിമേ. അല്ലേ? കല്യാണത്തിനേ ഉള്ളൂ. ഇതെല്ലാം ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് കല്യാണം. ഈ കല്യാണത്തിന്റെ ദിവസം നമുക്കത് ഓർമ്മ ഉണ്ടാവണം. അങ്ങനെ ഓർമ്മയുണ്ടായാൽ കല്യാണ ദിവസത്തിലുള്ള അള്ളാഹു പൊരുത്തപ്പെടാത്ത ആഡംബരങ്ങള്, അനാചാരങ്ങൾ ഒരു മുസ്ലിമും ചെയ്യില്ല. ഈ എല്ലാ അനാചാരങ്ങളും നടത്തുന്നത് എന്തിനാ? അള്ളാഹുവിന്റെ പേര് പേടിയില്ല. അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസമൊക്കെ ആ സമയത്ത് നഷ്ടപ്പെട്ടു പോയതിന്റെ കാരണത്തിലാണ്, ആ ബോധമില്ലാത്ത കാരണത്തിലാണ്. അല്ലേ? എത്ര ആൾക്കാരാണ് വിവാഹത്തിന്റെ ദിവസം തന്നെ മരിച്ചത്? വിവാഹ ദിവസം മരണ ദിവസമായ ആൾക്കാർ എത്രയുണ്ട്? എത്രയോ പഴയ കാലങ്ങളിൽ, ചെറിയ ആധുനിക കാലങ്ങളിലും ധാരാളം കഥകളില്ലേ? എന്നിട്ടും നമുക്കത് ഒരു നിമിഷമെങ്കിലും നാം അത് ചിന്തിക്കാറുണ്ടോ? ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു, നിങ്ങൾക്കറിയാം, നബിയാണെന്നുള്ള പിന്നെ അഭിപ്രായം പോലുമുണ്ട്. സൂറത്തുൽ ലുഖ്മാൻ എന്ന ഖുർആനിൽ പ്രത്യേക പേരിൽ തന്നെ സൂറത്ത് പോലും തന്റെ മകനോട് വസിയത്ത്, മോനെ, നിന്റെ കല്യാണ ദിവസത്തിൽ നീ ആഖിറത്തിലേക്കുള്ള ആഖിറം നിന്റെ ആഖിറത്തിന്റെ ദിവസമാണെന്ന് ഓർക്കണേ. നിന്റെ കല്യാണത്തിന്റെ ദിവസം ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഞാൻ മഹ്ശറയിലാണുള്ളതെന്ന് ഓർക്കണേ. അതേപോലെ നിന്റെ കല്യാണ ദിവസത്തിൽ നിന്റെ മരണത്തെ ഓർക്കണേ. മരണത്തിനെ ഓർക്കേണ്ടത് മുത്തഅല്ലിമീങ്ങൾക്ക് മാത്രം പ്രത്യേകം സുന്നത്തില്ല എന്നാണ് പറയപ്പെടുന്നത് ഏകദേശം. എന്തുകൊണ്ട്? അവർ ഇൽമുമായിട്ട് സുഖലാണ്ട് ആകുന്നത് കൊണ്ടിട്ട്. അല്ലാത്ത മുഴുവനും ജനങ്ങൾക്കും മരണത്തിന്റെ ചിന്ത എല്ലാ നിമിഷങ്ങളിലും വേണം. കല്യാണത്തിന്റെ ദിവസത്തിലും മരണസ്മരണ അതുണ്ടാവണം. ഉണ്ടാവാറുണ്ടോ? അബ്ദുല്ലാഹി ഇബ്നു റവാഹത്ത് റളിയല്ലാഹുവിന്റെ കഥ അറിയാമല്ലോ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹനിധിയായ സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു കല്യാണാലോചന നടത്തി. ഒരു സ്വാലിഹത്തായ പെണ്ണ് കിട്ടണമെന്ന്. അങ്ങനെയാണ് അവരൊക്കെ ചിന്തിച്ചിരുന്നത്. നമ്മുടെ നാട്ടിൽ ഇന്ന പതിവ് അങ്ങനെയല്ല. പെണ്ണായ മതിയത് സ്വാലിഹത്താവണമെന്നുമില്ല. അല്ല, ഇന്ന് ഏറ്റവും കൂടുതൽ ത്വലാഖ് സംഭവിക്കുന്നത് എപ്പോ അറിയോ? ഈ മനുഷ്യന് കല്യാണത്തിൽ മൂന്ന് സന്ദർഭമുണ്ട്. ഒന്ന്, കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ഹണിമൂൺ, അല്ലെ? ഹണിമൂൺ എൻജോയ് ആക്കുന്ന സമയം.
ഊട്ടിയിലേക്കാണോ പോകേണ്ടത്, കൊടൈക്കണലിലേക്കാണോ പോകേണ്ടത്, കശ്മീരത്തേക്കാണോ പോകേണ്ടത്, മലേഷ്യത്തേക്കാണോ പോകേണ്ടത്, വിസ്മയത്തിലേക്കാണോ പോകേണ്ടത്? അങ്ങനെ ഭാര്യയെ കൂട്ടി കൊണ്ടുപോകുന്ന റഷ് അല്ലേ അന്ന് ഭയങ്കര. എല്ലാവർക്കും ഏകദേശം ഒരു വർഷക്കാലം ഉണ്ടാകുന്നത്. ഭാര്യ എല്ലാം പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകുന്നത്. വീട്ടിലുണ്ടാവാറില്ല, ജോലിക്ക് പോലും പോവാറില്ല, ഗൾഫിലേക്കും പോകാറില്ല. പോകുന്നവന് ഒരു വർഷക്കാലം ഏകദേശം അല്ലെങ്കിൽ ഒരു കുട്ടിയാകുന്നത് വരെ നാട്ടിൽ തന്നെയാണ്. എൻജോയ്.